സാധാരണ നൂലില് ഇതുപോലുള്ള ഒരു പാത്രം ഇതേ തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുണ്ടോ, ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറി വരും. ഊരുവാണ്. ഇതിന്റെ എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ്. നമ്മൾ പലതിനും പല രീതിയാണ്. സ്പോഞ്ചാണ് ഇവിടെ. ഇതുപോലത്തെ സ്പോഞ്ചിൽ കട്ടി നമുക്ക് ഇടാം, പക്ഷെ സാധാ സ്പോഞ്ച് വെട്ടി ഇട്ടാൽ മതി. പക്ഷെ ഇതുപോലെ വട്ടം എടുത്തിട്ട് വളരെ ഇതേ കനത്തിലുള്ള സ്പോഞ്ച് ഇടാവുള്ളൂ. കൂടുതൽ കനം വന്നു കഴിഞ്ഞാൽ മൈലേജ് പോയി. നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ സ്പോഞ്ച് വെട്ടിയിടുമ്പോൾ ഈ സ്പോഞ്ചിൽ കട്ടി കൂടിയാൽ മൈലേജ് പോയി. അപ്പൊ നമ്മൾ എടുക്കുന്ന സ്പോഞ്ചിന് ഈ കനവേ പാടുള്ളൂ. ഇതുപോലത്തെ സ്പോഞ്ച് നമുക്ക് വെട്ടിയിടാം. നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൊടിയെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കുറയും, സ്പീഡും കുറയും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. എയർ ഫിൽട്ടർ നമ്മൾ എപ്പോഴും തുടച്ച് വൃത്തിയാക്കേണ്ട ഒരാവശ്യമുണ്ട്. കഴിയെടുത്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എണ്ണ കയറി പിടിക്കും. എണ്ണ വെള്ളം പിടിച്ചിട്ട് ഇതൊരു എപ്പോഴും ഒരു ഉണക്കിയെടുക്കണ്ടേ. ആ സമയത്ത് നമുക്ക് കഴുകാനൊന്നും പറ്റത്തില്ല. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൈയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതേക്കൂട്ട് എപ്പോഴും പാർട്സ് നമ്മുടെ കയ്യിൽ വെക്കുക. കഴുകി വേണേൽ കൈയെടുക്കാം. അല്ലെങ്കിൽ ഇതേക്കൂട്ട് നമുക്ക് വെട്ടി ഉണ്ടാക്കി വെച്ചാൽ മതി. ഞാൻ ഇതുപോലെ സ്പോഞ്ച് ധാരാളം വെട്ടി കൊണ്ടുപോകുന്നു. അപ്പൊ അതിനകത്ത് ഇട്ടാൽ മതി. അപ്പൊ ഇതുപോലെ സ്പോഞ്ച് മേടിക്കണമെങ്കിൽ നമുക്ക് 75 രൂപ മുടക്കേണ്ടതുണ്ട്. ഒന്നും വേണ്ട. ഇതുപോലത്തെ സ്പോഞ്ചുകൾ മേടിച്ച് നമ്മളെ കട്ട് ചെയ്ത് കടകളിൽ ചെന്നാൽ ഇഷ്ടംപോലെ കട്ടിങ് ഫീസ് കിട്ടും, മേടിച്ചിട്ടാൽ മതി. അപ്പൊ ഞാൻ സ്പോഞ്ച് കട്ട് ചെയ്ത് സവാറയുണ്ട്. അപ്പൊ ഇവിടെ ഒരു കിഴുത്തയുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു കിഴുത്ത ഇവിടെ ഈ സ്പോഞ്ച് ഇടാൻ വേണ്ടി ഇവര് കൊടുത്തിട്ടുണ്ട് കട്ടിന്റെ അവിടെ. അതുപോലെ എയർ കയറി എനിക്ക് മെഷീൻ ഓഫായി. മാത്രമല്ല ഇതുണ്ടോ, ഇതിന്റെ അടിയിൽ ഒരു നിപ്പിളുണ്ട്. നിപ്പിളിന് അടുത്തിട്ട് ഇവിടെ ഇവിടെ നിപ്പിൾ കാണാമോ? ഈ നിപ്പിള് നമ്മൾ ഞെക്കിയിട്ട് നമ്മൾ എണ്ണ കയറ്റി കൊടുക്കണം. ഇതാണ് ഈ നിപ്പിള്. അതുകൊണ്ട് അത്ര മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതൊരു പുതിയ മെഷീനാണ്. സാധാരണ കടകളിൽ നമ്മൾ ഇതൊന്നും വേണ്ട, അവര് എണ്ണയെല്ലാം ഇട്ട് അടിച്ചു തരും. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും നോക്കണ്ട. ഓൺലൈനിലൊക്കെ മെഷീൻ എടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ നമുക്ക് കടയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇതൊരു ഉപകാരമാകും. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഡിപ്പിൾ ഉണ്ടല്ലോ, ഈ ഡിപ്പിൾ നമ്മൾ ഞെക്കി കൊടുക്കണം. അപ്പൊ എയർ ഫിൽട്ടർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൂ. എയർ ഫിൽട്ടർ നമ്മൾ എപ്പോഴും പൊടി പിടിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടയ്ക്കാം. അപ്പം എന്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ മെഷീൻ പുതിയതായിട്ട് കിട്ടി. അപ്പൊ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മള്. അപ്പം നിങ്ങൾക്കും ഒരു പഠനമായി കോട്ടയം നോർത്താണ് ഞാൻ ഈ വീഡിയോ പോയിരുന്നത്. അപ്പൊ അവിടെ ഇത് അടച്ച് നല്ലൊരു കൂട്ടി റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമ്മുടെ പെട്രോളാണ്. ഇതിനകത്ത് കൊള്ളുന്ന പെട്രോൾ നമ്മൾ 1 ലിറ്ററിന് സാധാരണയായിട്ട് ചില ഓയിലിന്റെ അനുസരിച്ച് വ്യത്യാസം വരും. എന്നിരുന്നാൽ പോലും 40 ml, ചില 30 ഉണ്ട്, 20 ഉണ്ട്. ഓരോ ഇതിനും ഓരോ രീതിയാണ്. നമുക്ക് ഒരു 20 ml ചിലതിന് ഒഴിക്കും, ചിലതിന് 40 ml ഒഴിക്കും. പക്ഷെ ഇങ്ങനെ ഒഴിച്ചാലുള്ള പ്രശ്നം കണ്ടമാനം പുക വരും. അതാണ് അതിനകത്തെ മെയിൻ പ്രശ്നം. അപ്പൊ നമുക്ക് ഓരോ വിഷയത്തിന് അനുസരിച്ചുണ്ട്. ഇതിന് നമ്മൾ സാധാരണ ഒരു 20 ml നമുക്ക് ഒഴിച്ചാൽ മതി. നമ്മൾ പെട്രോൾ പമ്പൊക്കെ ചെന്നാൽ 40 ml ഒഴിക്കും. ഇനി 40 ml ഒഴിച്ചാലും പ്രശ്നമില്ല. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അത് കുറയ്ക്കണം. പുക വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ കുറയ്ക്കണം. അപ്പൊ ഒരു കാരണവശാലും ഓയിൽ ഒഴിക്കാതെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിസ്റ്റം പിടിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പൊ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ 1 ലിറ്ററിന്റെ ഒരു സാധാരണ ഒരു പാക്കേജ് കിട്ടും. അതിനകത്താണ് അളവ് ഒഴിക്കുന്നത്. ഇതിന് അളവ് മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1 ലിറ്ററിന്റെ ഒരു കുപ്പി എടുക്കുന്നു. ആ കുപ്പിക്കകത്തോട്ട് നമ്മൾ അത്യാവശ്യം ഓയിൽ ഒഴിക്കുന്നു. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുന്നു. അപ്പം അത് നമുക്ക് കാണാം. സാധാരണ നൂലില് നമുക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടി പാത്രങ്ങൾ അന്വേഷിച്ച് പോകാറുണ്ട്. ഇതുപോലുള്ള ഒരു പാത്രം ഇതേ തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുണ്ടോ, ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറി വരും. ഇങ്ങനെ കയറി വരുമ്പോൾ അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇതിനകത്തോട്ട് തല കുത്തി പിടിച്ചാലാണോ അന്ന്. അങ്ങനെയല്ല, നമുക്ക് ആവശ്യാനുസരണം ഇതുണ്ടോ, ഇത് ഞെക്കി കൊടുക്കുക. ഇതുണ്ടോ, പതുക്കെ ഞെക്കി കൊടുക്കുമ്പോൾ ഇതിന്റെ അകത്തോട്ട് വന്ന് വീഴുകയുണ്ട്. ഇതുണ്ടോ, ഇത് ഞാനിപ്പോ ഞെക്കുന്നില്ല, കാണിക്കുന്നത് മാത്രമല്ല. ഇത് കയറി വരുന്നതോ. ഇതുണ്ടോ, ഞെക്കുന്നതനുസരിച്ച് ഈ സംഭവം കയറുന്നതാ. കാണാമോ? രാവിലെ കാണാമോ? അപ്പൊ ഇതുണ്ടോ, ഇതിപ്പോ താഴെ എത്തി. അപ്പോൾ ഞെക്കുന്നതനുസരിച്ച് ഇതിനെ കയറിയിട്ട് ഇതിവിടെ വരും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള 25 ആണ് 25, 40 ആണ് 40 ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ സാധാരണ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത്. അപ്പോൾ ഇതുകൂട്ട് നിങ്ങൾ ആദ്യം ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിലിട്ട് ഒഴിച്ചിട്ട് പിന്നീട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.